പ്രവേശനോത്സവ ദിനത്തിൽ പ്രതിഷേധത്തിന് വേദിയായി ഇടുക്കിയിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ 9ാം ക്ലാസ്സിൽ മുന്നറിയിപ്പില്ലാതെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ അവസാനിപ്പിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രധാനാധ്യാപികയെ തടഞ്ഞുവച്ചു. ഡിവിഷൻ തുടരുമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. വേണ്ടത്ര വിദ്യാർത്ഥികളില്ലാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം അവസാനിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. എന്നാൽ ഡിവിഷൻ ഇല്ലാതായതോടെ വിദ്യാർത്ഥികൾ TC വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോകേണ്ട സാഹചര്യമാണെന്ന് പ്രതിഷേധക്കാർ. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പ്രധാന അധ്യാപികയെ തടഞ്ഞുവെച്ചു. എതിർപ്പുമായി SFI പ്രവർത്തകർ എത്തിയതോടെ സംഘർഷമായി. പിന്നീട് പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയത്. സ്കൂൾ തുറക്കണേൽ 2 ദിവസം മുമ്പാണ് ഈ കാര്യം ഞങ്ങളോട് പറയണത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് മാറ്റും? അപ്പോൾ അടുത്ത സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും കുട്ടികൾ എടുക്കുന്നില്ല, എല്ലായിടത്തും ഇല്ല. ഇവിടെ നിന്ന് ഓൾറെഡി നേരത്തെ തന്നെ കുറേ കുട്ടികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചു. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പു നൽകി. പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. എന്താണോ സാധ്യമായ കാര്യം ആ കാര്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും ചിന്തിക്കും. ഞാനത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ അടിയന്തരമായി പെടുത്തും. ഇക്കാര്യം നല്ല ഇടപെടലുണ്ടാകും. DD എഡ്യൂക്കേഷൻ ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഡിവിഷൻ അവസാനിപ്പിച്ചതെന്നാണ് സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. മീഡിയ 1 ഇടുക്കി.